Hi all, welcome to True Event. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന 3 പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുകയാണ്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി കുറെ നാളായി ആളുകൾ കാത്തിരിക്കുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ് അല്ലെ. പ്രധാന ഡിഗ്രി തല പരീക്ഷകളിൽ ഒന്നാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. അതിന്റെ കാറ്റഗറി നമ്പർ എത്രയാണ്? കാറ്റഗറി നമ്പർ നോക്കിക്കേ, 454/2025. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ കാറ്റഗറി നമ്പർ എത്രയാണ്? 454/2025 എന്നാണ് വിജ്ഞാപനം വന്നിരിക്കുന്നത്. 28/11/2025, അതായത് ഇന്നാണ് വിജ്ഞാപനം വന്നിരിക്കുന്നത്. എന്ന് വരെ ഇത് അപ്ലൈ ചെയ്യാം നമുക്ക്. 31/12/2025 വരെ നമുക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ന് വന്നു, അടുത്ത മാസം അതായത് ഡിസംബർ 31-ാം തീയതി വരെ എന്താണ് നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പോസ്റ്റ് എന്താണ്? നെയിം ഓഫ് പോസ്റ്റ് എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെന്ന് അറിയാം അല്ലെ. ഓക്കെ, സ്കെയിൽ ഓഫ് പേ എത്രയാണ്? സ്കെയിൽ ഓഫ് പേ നോക്കൂ, 39,300 മുതൽ 83,000 രൂപ വരെയാണ് എന്ത് സ്കെയിൽ ഓഫ് പേ കിടക്കുന്നത്. 39,300 മുതൽ 83,000 വരെയാണ് സ്കെയിൽ ഓഫ് പേ കിടക്കുന്നത്. ഓക്കെ, നമ്പർ ഓഫ് വേക്കൻസീസ് പറയുന്നില്ല എത്രയാണ്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. ഏകദേശം ഒരു 500 നിയമനങ്ങളോളം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു തസ്തികയാണ് ഏത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിമിറ്റ് എന്ന് പറഞ്ഞ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 18 മുതൽ 36 വയസ്സ് വരെയാണ്. എത്രയാണ്? 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ, അതായത് ഇൻ ബിറ്റ്വീൻ 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പിന്നെ യൂഷ്വലി ഉള്ളത് OBC-കാർക്ക് 3 വർഷവും SC/ST-കാർക്ക് എത്രയാണ്? 5 വർഷവും ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള ബിരുദമാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് ചോദിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ഏതൊരാൾക്കും എന്താണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അടുത്ത മാസം 31-ാം തീയതി വരെ അപേക്ഷിക്കാം. ഓക്കെ, ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 454/2025 ആണ്. ഓക്കെ, നമുക്ക് കഴിഞ്ഞ പരീക്ഷയുടെ കാര്യങ്ങളൊന്ന് പരിശോധിച്ചാലോ? കഴിഞ്ഞ പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നോക്കൂ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ മൊത്തം 770 പേരാണ് ഉണ്ടായിരുന്നത്. എത്ര പേര്? 770 പേര് മൊത്തം ഉണ്ടായിരുന്നു. ഇന്ന് വരെ അഡ്വൈസ് പോയിരിക്കുന്നത് മൊത്തം 300 പേർക്കോളം അഡ്വൈസ് പോയിട്ടുണ്ട്. മൊത്തം 770 പേരുണ്ടായിരുന്നു, 300 പേർക്കോളം അറ്റ് പ്രസന്റ് അഡ്വൈസ് പോയിട്ടുണ്ട്. ഓക്കെ, റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 11/3/2024 റാങ്ക് ലിസ്റ്റ് എന്ന് വരെ ഉണ്ട്? 11/3/2027 വരെ റാങ്ക് ലിസ്റ്റ് ഉണ്ട്. നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് എന്നാണ് ഏകദേശം വരിക? 12/3/2027 മാർച്ച് 2027 നമ്മൾ എഴുതാൻ പോകുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. ഓക്കെ, അപ്പോ എല്ലാവരും വേഗം തന്നെ ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വളരെ നാളുകൾക്ക് ശേഷം മറ്റൊരു പ്രധാന നോട്ടിഫിക്കേഷൻ കൂടി വന്നിട്ടുണ്ട്. അതാണ് എന്ത്? അസിസ്റ്റന്റ് ജയിലർ തസ്തികയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ കൂടി വന്നിട്ടുണ്ട്. എന്നാണ് ഡേറ്റ്? ഇന്നാണ് വന്നിരിക്കുന്നത് അല്ലെ. എന്ന് വരെ അപ്ലൈ ചെയ്യാൻ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ 31/12/2025 വരെ അപ്ലൈ ചെയ്യാം. കാറ്റഗറി നമ്പർ എത്രയാണ്? കാറ്റഗറി നമ്പർ 451/2025. എത്രയാണ്? 451/2025 ആണ് കാറ്റഗറി നമ്പർ. ഓക്കെ, നെയിം ഓഫ് ദ പോസ്റ്റ് പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസ് എന്നാണ് നെയിം ഓഫ് ദ പോസ്റ്റ്. സ്കെയിൽ ഓഫ് പേ നോക്കിക്കേ, സ്കെയിൽ ഓഫ് പേ 43,400 മുതൽ 91,200 രൂപ വരെ അല്ലെ. 43,400 ആണ് എന്ത് ബേസിക് കിടക്കുന്നത്. നോക്കൂ, ഇതിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ഏജ് ലിമിറ്റ് പ്രത്യേകമായി പറയുന്നുണ്ട്. എത്രയാണ്? 18 മുതൽ 36 വയസ്സ് വരെയുള്ള
ആർക്കും എന്ത് ചെയ്യാം, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. നോർമലി ഉള്ള യൂണിഫോം പോസ്റ്റുകൾക്ക് ഒരു ഏജ് ലിമിറ്റ് ഉണ്ട് അല്ലെ, നമുക്കതറിയാം. പക്ഷെ ഇവിടെ ആ ഒരു ഏജ് ലിമിറ്റ് ഇല്ല. 18 മുതൽ 36 വരെ പ്രായമുള്ള ആളുകൾക്ക് അയക്കാനായിട്ട് സാധിക്കും. യൂഷ്വലി ലഭിക്കുന്ന ഏജ് റിലാക്സേഷൻസ് കാറ്റഗറികൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇൻ ബിറ്റ്വീൻ 2/1/1989 1/1/2007 ഇടയ്ക്കുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം തന്നെയാണ് എന്ത് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്തുണ്ടാവും, ഫിസിക്കൽ പരീക്ഷയും ഉണ്ടാവും. ഫിസിക്കൽ ടെസ്റ്റും പാസ്സായാൽ മാത്രമാണ് നമുക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പരീക്ഷയുടെ നേരത്തെ ലിസ്റ്റിന്റെ കാര്യങ്ങളൊന്ന് പരിശോധിച്ചാലോ. ജയിലർ ലാസ്റ്റ് ലിസ്റ്റിലുള്ള ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത്, കഴിഞ്ഞ ലിസ്റ്റിലെ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 219 ഉദ്യോഗാർത്ഥികളാണ് ഉള്ളത്. ഓക്കെ, ഇതുവരെ അഡ്വൈസ് പോയിരിക്കുന്നത് 38 അഡ്വൈസുകളാണ് ഇതുവരെ പോയിരിക്കുന്നത്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 28/12/2023 എന്നാണ്. 28/12/2023 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു എന്ന് വരെയുണ്ട്. 28/12/2027 വരെ റാങ്ക് ലിസ്റ്റ് ഉണ്ട്. നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് വരാൻ പോകുന്നത് ഡിസംബർ മാസം 2027 എന്ത് നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് വരാനായിട്ട് പോകുന്നത്. മൊത്തം അഡ്വൈസ് പോയിരിക്കുന്നത് 38 മൊത്തം അഡ്വൈസ് പോയിരിക്കുന്നത്. ലാസ്റ്റ് അഡ്വൈസ് പോയത് 3-ാം തീയതി, നവംബർ മാസം 3-ാം തീയതിയാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. ഇതാണ് ജയിലർ പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അടുത്തതായി മറ്റൊരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ കൂടി വന്നിട്ടുണ്ട്. എന്താണ്? ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ കൂടി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഇന്നാണ് വന്നിരിക്കുന്നത്. എന്ന് വരെ അപ്ലൈ ചെയ്യാം? 31/12/2025 വരെ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. കാറ്റഗറി നമ്പർ ഒന്ന് പരിശോധിക്കാം. 446/2025, 447/2025. 2 കാറ്റഗറി നമ്പർ ആണ് ഇതിൽ ഉള്ളത്. ഈ 2 കാറ്റഗറി നമ്പർ എന്ന് പറയുമ്പോൾ ഒന്നാമത്തേത് ഓപ്പൺ മാർക്കറ്റും രണ്ടാമത്തേത് എന്തുമാണ്? കോൺസ്റ്റാബുലറിയുമാണ്. ഓക്കെ, അതായത് ഇപ്പോൾ കോൺസ്റ്റബിൾ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അയക്കാൻ സാധിക്കുന്ന ഒരു കാറ്റഗറി നമ്പർ ആണ് ഏത്? രണ്ടാമത്തേത്. ആദ്യത്തേതാണ് ഓപ്പൺ മാർക്കറ്റ്, നമുക്ക് അയക്കാൻ പറ്റും, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അയക്കാൻ പറ്റുന്നത് 446/2025 ആണ്. കോൺസ്റ്റാബുലറി ആണ് ഏത്? 447/2025 എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് സ്കെയിൽ ഓഫ് പേ നോക്കാം. 45,600 മുതൽ 95,600 വരെയാണ് സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണ്. എത്രയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഡിഗ്രി തന്നെയാണ് ക്വാളിഫിക്കേഷൻ. ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഒരു ബിരുദമാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. ഒബ്വിയസ്ലി പരീക്ഷയ്ക്ക് ശേഷം എന്തുണ്ടാവും? ഫിസിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ഇതാണ് ആംഡ് പോലീസ് SIയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനായിട്ടുള്ള ക്യാമ്പസ് ഐ എന്നൊക്കെ പറയുന്നത് ഈ ഒരു കാറ്റഗറി നമ്പർ ആണ് കേട്ടോ, അറിഞ്ഞിരിക്കുക. കഴിഞ്ഞ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആംഡ് പോലീസ് SIയിലേക്ക് കഴിഞ്ഞ ലിസ്റ്റിലുള്ളത് മൊത്തം 26 പേരാണ്. എത്രയാണ്? 26 പേരാണ് മൊത്തം ഉള്ളത്. ഓക്കെ, മനസ്സിലാക്കുക. ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 9 പേർക്കാണ് മൊത്തം അഡ്വൈസ് പോയിരിക്കുന്നത്. ലാസ്റ്റ് അഡ്വൈസ് പോയത് 12/5/2025 ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കുകയാണെങ്കിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 9/6/2025 റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത്. ഓക്കെ, ആ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് 9/6/2026 ആ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത്. ആ അവസാനിക്കുമ്പോൾ വേറൊരു റാങ്ക് ലിസ്റ്റ് വരും. ഓക്കെ, ഇപ്പോൾ ഒരു ലിസ്റ്റ് വരാനുണ്ട്. നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് വരാൻ പോകുന്നത് 11/6/2027 ആയിരിക്കും. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ വരാനുണ്ട്. ഫിസിക്കൽ പരീക്ഷ ആവുന്നതേ ഉള്ളൂ. അതിന്റെ ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പോ ഇതാണ് നമുക്ക് ആംഡ് പോലീസ് SIയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനായിട്ടുള്ളത്. ഏതൊക്കെ സർവകലാശാലകളിലാണ് നമുക്ക് നിയമനങ്ങൾ ലഭിക്കുന്നത് നോക്കിയാലോ. കേരള സർവകലാശാല,
MG സർവകലാശാല, കാലിക്കറ്റ് സർവകലാശാല, കണ്ണൂർ സർവകലാശാല, കുസാറ്റ്, കാർഷിക സർവകലാശാല, സാങ്കേതിക, ഫിഷറീസ്, ആരോഗ്യ സർവകലാശാല, വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ്, ശ്രീ ശങ്കര സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി, മലയാളം സർവകലാശാല. ഇങ്ങനെ 12 യൂണിവേഴ്സിറ്റികളിലേക്കാണ് നമുക്ക് ഈ ഒരു നിയമനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ 13 യൂണിവേഴ്സിറ്റി ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതിൽ നിന്നും നിയമ സർവകലാശാല PSC മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ മൊത്തം 12 യൂണിവേഴ്സിറ്റികളിലേക്കാണ് നമുക്ക് നിയമനങ്ങൾ ലഭിക്കുന്നത്. ക്ലിയർ ആയല്ലോ? നമ്മുടെ ട്രൂ ഇവനിൽ ഡിഗ്രി തല പരീക്ഷകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രിലിംസിന്റെ മെയിൻസിന്റെ ബാച്ചുകൾ ആരംഭിച്ചു കഴിഞ്ഞു. എസ്പെഷ്യലി SI പോലുള്ള പരീക്ഷകൾക്കുള്ള സ്പെഷ്യൽ ടോപ്പിക്സിന് മാത്രമായുള്ള ബാച്ചുകളും ട്രൂ ഇവനിലുണ്ട്. ട്രൂ ഇവന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ചതും പരിചയസമ്പന്നരുമായ അധ്യാപകർ തന്നെയാണ് ട്രൂ ഇവന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതേപോലെ AI പവേർഡ് ആപ്ലിക്കേഷൻ, നിങ്ങളുടെ പെർഫോമൻസ് മനസ്സിലാക്കാനായി AI പവേർഡ് ആപ്ലിക്കേഷൻ, ഏറ്റവും മികച്ച സ്റ്റഡി മെറ്റീരിയലുകൾ എന്നിവ ട്രൂ ഇവന്റെ മാത്രം പ്രത്യേകതയാണ്. അപ്പോൾ ഇന്ന് തന്നെ ട്രൂ ഇവനിൽ ജോയിൻ ചെയ്ത് പഠിക്കുവാനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്